ടേണിംഗ് പോയിന്റ്. 10ാം ക്ലാസ് എത്തിയാലും പ്ലസ് ടുവിൽ എത്തിയാലും നമ്മളോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇത് നിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ കരിയറിൽ ഈ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സും പ്ലസ് ടു ആണോ നമ്മുടെ ടേണിംഗ് പോയിൻ്റ്? 10 കഴിഞ്ഞിരിക്കുന്നവരും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ടാവും. ഞാൻ ഇനി ഏത് കോഴ്സ് എടുക്കണം, എന്ത് കോഴ്സാണ് ഞാൻ ഇനി ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് സംശയമുള്ള ആളുകളുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഓരോ കോഴ്സിനും എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ഏതൊക്കെ ജോബ് മേഖലകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞാൻ വളരെ വിശദമായി തന്നെ പഠനം നടത്തി അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പരിശോധിക്കണം. അതുമാത്രമല്ല, നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ഡെവലപ്പ് ആവാം. നമ്മളുടെ കരിയറിനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഈ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേര് ഇസ്തിയാഖ്. ഞാൻ ചെറിയൊരു കരിയർ കൗൺസിലറാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് +1 +2 പോവുക എന്നുള്ളതാണ്, ഹയർ സെക്കൻഡറി എന്നുള്ള സാധനത്തിന് പോവുക. എന്നാൽ അത് മാത്രമാണോ, വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടെയാണ് നമ്മളിന്ന് ശരിക്കും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് കഴിഞ്ഞ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ആദ്യം ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ITI പോലുള്ള കോഴ്സസ്. മിനിമം 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ITI കോഴ്സുകൾ എന്ന് പറയുന്നത്. ഈ ITI കോഴ്സുകളെ മെയിൻലി രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മെട്രിക് കോഴ്സുകളും നോൺ മെട്രിക് കോഴ്സുകളും ആയിട്ടാണ് തിരിക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന പോലെ ഈ പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, കാർപ്പൻറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ട്രേഡുകൾ നമുക്ക് ഈ ITI കോഴ്സിലൂടെ പഠിക്കാനായിട്ട് പറ്റും. ഏകദേശം 6 മാസത്തെ കോഴ്സ് മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ് ITI കോഴ്സുകളിലുള്ളത്. ഈവൻ 10ാം ക്ലാസ്സിൽ പാസ്സാവാത്ത വിദ്യാർത്ഥികൾക്ക് പോലും ITIയിൽ നമുക്ക് പല കോഴ്സുകളും ചെയ്യാനായിട്ട് പറ്റും. മിനിമം 8ാം ക്ലാസ്സെങ്കിലും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ പോലെ നോൺ മെട്രിക് ITI കോഴ്സുകൾ എടുക്കാനായിട്ട് പറ്റും. അതാണ് നമുക്ക് പറ്റാവുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ്, കുറച്ചും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാവും. ഈ ഡിപ്ലോമ കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എൻജിനീയറിംഗ് BTech നമ്മൾ പറയാറുള്ള BTech കോഴ്സുകളിലുള്ള എല്ലാ കോഴ്സുകളുടെയും അല്ലെങ്കിൽ ഒരുവിധം പ്രധാനപ്പെട്ട കോഴ്സുകളുടെ എല്ലാം നമുക്ക് ഡിപ്ലോമ കോഴ്സസ്, ഉദാഹരണത്തിന് സിവിൽ ഡിപ്ലോമ, അതേപോലെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ, അതുപോലെ മെക്കാനിക് ഡിപ്ലോമ, അങ്ങനെ ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ITI 2 വർഷമാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സസ് 3 വർഷമാണ് അതിൻ്റെ കാലാവധി ഉണ്ടാവുന്നത്. നല്ല ജോലി സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ് ഡിപ്ലോമ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇനി +2 നിങ്ങൾ ചെയ്യാതെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് BTech ചെയ്യാനുള്ള അവസരം കൂടെയുണ്ട്. അതിന് പറയുന്ന പേരാണ് ലാറ്ററൽ എൻട്രി. ഈ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് നേരിട്ട് BTechലുള്ള കോഴ്സുകൾ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഡിപ്ലോമ കോഴ്സിൻ്റെ BTech കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി കയറാനായിട്ട് പറ്റും. സോ അപ്പോൾ +2 ഇല്ലാതെ തന്നെ നമുക്ക് BTechഉം ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഡിപ്ലോമ ക്വാളിഫൈഡ് ആയി പ്ലസ് അതേപോലെ തന്നെ BTechഉം ക്വാളിഫൈഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കരിയർ അത്രയും സ്ട്രോങ് ആവുകയാണ്. കാരണം നമുക്ക് ഡിപ്ലോമ നോളജ് ഉണ്ട്, ദെൻ BTech നോളജും കിട്ടുകയാണ്. സോ വളരെ കരിയറിൽ ഡിമാൻഡുള്ള ആൾക്കാരാണ് ഡിപ്ലോമ പ്ലസ് BTech കൂടെ ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ടെക്നിക്കൽ ഫീൽഡ് അല്ലാതെ ഒരു ഫാർമസി ഫീൽഡിലും കൂടെ നമുക്ക് ഡിപ്ലോമ ചെയ്യാനായിട്ട് പറ്റും. DPharm അഥവാ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന
കോഴ്സ് നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെയ്യാനായിട്ട് പറ്റും. DPharm കോഴ്സ്, ഡിപ്ലോമ ഇൻ ഫാർമസി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയും ചില അവസരങ്ങൾ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞതും തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്കായിട്ടുള്ള, അതായത് ഹയർ സെക്കൻഡറി കോഴ്സസ്. നമ്മളെല്ലാവരും കോമൺലി കേട്ടിട്ടുള്ള കുറച്ച് കോഴ്സസ് ആണ്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയും, ബയോളജി, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇവ 4 മാത്രമല്ല, മറ്റൊരു അംഗവും കൂടെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ പൊതുവെ പലരും അത് ചർച്ച ചെയ്യാറില്ല. VHSC, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സസും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ കോഴ്സുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. നമ്മൾ +1 +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മളെ ഒരു തൊഴിലും കൂടെ പഠിപ്പിക്കുക എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുവെയുള്ളൊരു ട്രെൻഡ് എങ്ങനെയാണ്? അതായത് 90% അല്ലെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടികളെ ആണെങ്കിൽ നമ്മൾ അവരെ സയൻസിലേക്ക് സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നീ സയൻസ് എടുക്കാൻ പാടുള്ളൂ എന്ന് അവനെ ഫോഴ്സ് ചെയ്ത് നമ്മൾ അവനെ അങ്ങനെ ആക്കിയെടുക്കും. കുറച്ച് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നീ കൊമേഴ്സ് എടുക്കണം, അതിലും കുറേ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലാണ് നീ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം നമ്മളെ പൊതുവെ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്തെടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് പൊതുവെ നമ്മളുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. പക്ഷേ ശ്രദ്ധിക്കാം, ഈ സമയത്ത് എനിക്ക് വളരെയധികം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഘടകമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് അദ്ദേഹം 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ഹ്യൂമാനിറ്റീസാണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകരൊക്കെ അദ്ദേഹത്തിൻ്റെ പാരൻസിനെ വിളിച്ച് പറഞ്ഞു, ശശി വളരെ നല്ല മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണ്, എന്തിനാണ് അപ്പോൾ അവൻ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നാണ് പറയുന്നത്, അവനെ കൊണ്ട് നിങ്ങൾ സയൻസ് എടുപ്പിക്കൂ എന്ന് അദ്ദേഹത്തിൻ്റെ അധ്യാപകർ പറഞ്ഞ സമയത്ത് രക്ഷിതാക്കൾ സ്വാഭാവികമായിട്ടും ശശി തരൂരിനോട് ചോദിച്ചു, മോനെ എന്താണ് റീസൺ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സയൻസ് വിഷയങ്ങളെല്ലാം പഠിച്ച സമയത്ത് എനിക്കിതെല്ലാം ഓർമ്മയിലുണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് എഴുതാനും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞതോടുകൂടി ഞാൻ ആ കാര്യങ്ങളെല്ലാം മറന്നു. അതേസമയം ഞാൻ സോഷ്യൽ സയൻസ് വിഷയങ്ങളെല്ലാം പഠിച്ച സമയത്ത്, ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങളെല്ലാം പഠിച്ച സമയത്ത് എനിക്കത് കൂടുതൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും അതെൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് കുറച്ചും കൂടെ ഇഷ്ടമായി തോന്നുന്നത്, അല്ലെങ്കിൽ ആ മേഖലയെക്കുറിച്ച് വായിക്കാനും അറിയാനുമാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു നിലപാട് അദ്ദേഹം ആ പ്രായത്തിലെടുത്തു എന്നുള്ളത് എനിക്ക് വളരെയധികം എന്താ പറയുക, വളരെയധികം ഒരു അഭിമാനം തോന്നിപ്പോയി അങ്ങനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ന് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈവൻ UN സെക്രട്ടറി ജനറലിൽ പോലും പരിഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ഒരിക്കലും നമ്മളുടെ മാർക്കിനനുസരിച്ച് ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു സയൻസ് വിഷയം എടുത്താലാണ് നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക, മറ്റു വിഷയങ്ങൾക്ക് അവസരങ്ങൾ കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് സയൻസ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ് സയൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുന്നത്? ഒന്നാമതായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ബയോളജി സയൻസ് ആണെന്നുണ്ടെങ്കിൽ ബയോളജി സ്വാഭാവികമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഈ 4 വിഷയങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവുന്നതാണ്. അതായത് കോർ സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ള 2 വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇംഗ്ലീഷ് ഉണ്ടാവും, പിന്നെ നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അങ്ങനെ 6 വിഷയങ്ങളായിരിക്കും നമുക്ക് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവുന്നത്, അതായത് +1 നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറുകയാണെങ്കിൽ ഈ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സബ്ജക്റ്റാണ് അവിടെ കയറി വരുന്നത്. ഈ വ്യത്യാസം മാത്രമാണുള്ളത് ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ളത്. ഇനി നമ്മളൊരു കരിയറിലേക്ക് പോകുന്ന സമയത്ത് ഇതെങ്ങനെയാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സയൻസ് വിഷയങ്ങളിൽ ഈ പറഞ്ഞ പോലുള്ള ബയോളജി എന്നുള്ളൊരു വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്
ഫീൽഡിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാരാമെഡിക്കൽ ഫീൽഡുകളിലാണ്. പാരാമെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന നഴ്സിംഗ് മുതൽ നമുക്ക് ഒരുപാട് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ് അങ്ങനെയുള്ള ഫീൽഡുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബയോളജി പഠിച്ചൊരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. എല്ലാത്തിനും വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമ്മളൊരു ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് ബയോളജി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ പോകാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു എൻജിനീയറിംഗ് മേഖലയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിസിക്സ്, മാത്സ് എന്നുള്ള ഈ 2 വിഷയങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മാത്സ്. എൻജിനീയറിങ്ങിൻ്റെ ശരിക്കും ബേസ് തന്നെ മാത്സ് ആണ്. അപ്പോൾ മാത്സ്, ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ എൻജിനീയറിംഗ് പോലുള്ള മേഖലകളിൽ തിളങ്ങാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ വിഷയം നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അതേപോലെ തന്നെ ഈ എറോപ്ലെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറൈൻ അല്ലെങ്കിൽ എറോനോട്ടിക്കൽ പോലുള്ള കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയും പ്രധാനമായിട്ടും വരുന്നൊരു ആളെന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സ് എന്ന സബ്ജക്റ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത്തരം മേഖലകളിലേക്കാണ് നിങ്ങളുടെ കരിയർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിലോ, കെമിസ്ട്രി എന്നുള്ള വിഷയത്തിൽ നിന്നാണ് നമുക്ക് മറ്റ് ഇപ്പോൾ മെഡിക്കലിൽ തന്നെയും ഒരുപാട് ഇപ്പോൾ ഫാർമസി കോഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പാരാമെഡിക്കലിൽ തന്നെ മറ്റൊരു വിഭാഗമായിട്ടാണ് ശരിക്കും ഇപ്പോൾ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫാർമസിയിൽ വരുമ്പോൾ ബി ഫാം, എം ഫാം അല്ലെങ്കിൽ ഫാം ഡി പോലുള്ള കോഴ്സസ് ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കെമിസ്ട്രി അറിയുന്നൊരു വ്യക്തിക്കാണ് അവിടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ അത് അവരുടെ ബേസാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ പെട്രോ കെമിക്കൽ പോലുള്ള ഫീൽഡ് വെച്ച് നോക്കുകയാണെങ്കിലും അവിടെയും കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കരിയറിൻ്റെ വലിയൊരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ 4 സയൻസ് വിഷയങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഒരു ഫ്യൂച്ചറായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ ഒരു കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സയൻസ് വിഷയങ്ങൾ പൊതുവെ വളരെയധികം ഡിമാൻഡ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള മേഖലകൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നർത്ഥമുണ്ടോ? കൊമേഴ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ജസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം ഒരു രാജ്യത്ത് വികസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക വളർച്ചയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഇല്ല, അവിടെ ചെറിയൊരു പോരായ്മയുണ്ടാവും. നമുക്ക് ചില സാമ്പത്തികമായിട്ടും നമ്മൾ വളരണം, സാമൂഹികമായിട്ടും നമ്മൾ വളരണം, സാങ്കേതിക വിദ്യയിലും നമ്മൾ വളരണം. അപ്പോൾ എല്ലാ മേഖലയിലും വളർച്ചയുണ്ടായാൽ മാത്രമേ രാജ്യം അതിൻ്റെ പുരോഗതിയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കൊമേഴ്സിലെ വിഷയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് അക്കൗണ്ടൻസി എന്നൊരു പേപ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളൊരു പേപ്പർ ഉണ്ടാവും, അതുപോലെ എക്കണോമിക്സും ഉണ്ടാവും. ഈ 3 വിഷയങ്ങളും നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സയൻസുകാർ പഠിക്കുന്ന അതേ മാത്സ് ചിലപ്പോൾ ചില സ്കൂളുകാർ കൊമേഴ്സിനോടൊപ്പം അതും കൊടുക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലരത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സുകളായിട്ട് കൊടുക്കാറുണ്ട്. നമുക്കത് ഇഷ്ടമുള്ളത് നമ്മുടെ ഓരോ സ്കൂളിനനുസരിച്ച് ഓരോ സ്കൂൾ സെറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് വരുന്നത് ആ സ്കൂളുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൊമേഴ്സിലും നമ്മൾ വരുന്ന പ്രധാന ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്നത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻസ് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന വിഷയങ്ങളെല്ലാത്തിലും കൊമേഴ്സ് കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം CA, CMA, ACCA പോലുള്ള ഒരുപാട് അക്കൗണ്ടിങ് കോഴ്സസ് ഉണ്ട്.
അതേപോലെ ഈ CS കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി അഡ്വൈസ് കൊടുക്കാൻ കഴിയുന്ന CS പോലുള്ള കോഴ്സുകൾ. അങ്ങനെ കൊമേഴ്സ് ഫീൽഡിൽ നമുക്ക് തിളങ്ങാൻ പറ്റുന്ന നിരവധി കോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫിനാൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി നോളജുള്ള ആളുകളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പരിശോധിക്കാനും അതിനെ വിമർശിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട മേഖലയിലേക്ക് നമ്മുടെ ഈവൻ വ്യക്തിപരമായിട്ട് പോലും നമ്മുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പഠിക്കാനും ഒക്കെ നമുക്കൊരു കൊമേഴ്സ് ഫീൽഡ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മേഖലയാണ്. ഇനി ഹ്യൂമാനിറ്റീസ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു കോഴ്സായിട്ടാണ് പൊതുവെ ഹ്യൂമാനിറ്റീസിനെ കാണാറുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാത്രം എടുക്കുന്ന ഒരു കോഴ്സാണല്ലോ ഹ്യൂമാനിറ്റീസ് എന്നാണ് പൊതുവെ ആളുകൾ പറയാറ്. എന്നാൽ ഹ്യൂമാനിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ഹ്യൂമാനിറ്റീസിൽ വരുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹിസ്റ്ററിയാണ്, മറ്റൊന്ന് പൊളിറ്റിക്സാണ്, പിന്നെ വരുന്നത് സോഷ്യോളജി എന്നൊരു വിഷയം മിക്ക കോഴ്സുകളിലും വരാറുണ്ട്. അതേപോലെ എക്കണോമിക്സും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് പുറകിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പൊതുവെ സംശയമായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവണം, നല്ല അഡ്വക്കേറ്റ്സ് ഉണ്ടാവണം, നല്ല ജേർണലിസ്റ്റുകൾ ഉണ്ടാവണം. കാരണം സാമൂഹികമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ചർച്ച ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയാനും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ബ്യൂറോക്രാറ്റ്സുകളൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നു, അത് നല്ലതാണോ ചീത്തയാണോ ഇതൊക്കെ ഇഴകീറി പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അത് ആർക്കേ സാധിക്കുകയുള്ളൂ. കൃത്യമായി അതിൻ്റെ ചരിത്രം അറിയുന്ന ആൾക്കാർക്കാണ് അത് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു നിലപാട് മുൻപ് ഇന്നൊരു രാജ്യത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് ആളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നുണ്ടായിട്ടുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരികമായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അന്ന് ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇതൊക്കെ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് മാത്രമാണ് കൃത്യമായി പരിശോധിച്ച് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ ഏരിയകളിലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ എത്ര സാങ്കേതിക വിദ്യ വളർന്നാലും എത്ര സാമ്പത്തികമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞാലും നമ്മുടെ നിലപാടുകൾ, രാജ്യത്തിൻ്റെ ചില പോളിസീസ് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എഫേർട്ട് മുഴുവനും എന്തായിപ്പോൾ ലാപ്സായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ബ്യൂറോക്രാറ്റ്സിന് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകൾ എടുക്കാൻ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, നല്ല റീഡിങ് ഹാബിറ്റ് വളർത്തിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്ന ആഗ്രഹമുള്ള കുട്ടികളാണ് ശരിക്കും ഹ്യൂമാനിറ്റീസ് എന്നുള്ള വിഷയങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നിങ്ങളൊരു സിവിൽ സർവീസ് മേഖലകളിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമാണ് ഇന്ത്യയിലുള്ള UPSC എക്സാംസ് എന്ന് പറയുന്നത്. ഇത്തരം UPSC എക്സാമുകൾക്ക് പോലും നിങ്ങൾ 8ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ബേസ്, നിങ്ങൾ പഠിക്കുന്ന സിവിൽ സർവീസിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അത് പഠിച്ച് അല്ലെങ്കിൽ അതിൽ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഹ്യൂമാനിറ്റീസ് പഠിച്ച് നിങ്ങൾക്ക് സിവിൽ സർവീസ് പോലുള്ള മേഖലകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ല അവസരങ്ങളാണ് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം കിട്ടാനുള്ളത്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്ന് എനിക്കറിയാം. ഒരുപാട് ഞാൻ ഇതിനേക്കാൾ വിശദമായി ഓരോ കോഴ്സുകളുടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എങ്ങനെ അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ ആ കരിയർ നമുക്ക് കൃത്യമായിട്ട് എത്തിപ്പെടാമെന്നുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഭാവി തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ
ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും.